കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിസ്നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം സഫറിങ് എ ബ്ലെസ്സിങ്. കഷ്ടങ്ങൾ വരങ്ങൾ മാത്രം. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പാറുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ ഈ ചിന്താവിഷയം ഞങ്ങൾക്കൊരനുഗ്രഹമായി മാറുവാനും വചനത്തിലൂടെ അവിടെ ഞങ്ങൾക്ക് നൽകുന്ന സ്വർഗീയ ശക്തി അത് ഞങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു. ആത്മാവെ ഞങ്ങളെ പഠിപ്പിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കഷ്ടങ്ങൾ വരങ്ങൾ മാത്രം. സഫറിങ് എ ബ്ലെസ്സിങ്. ഈ ഭൗതിക നന്മകൾ മാത്രം ആഗ്രഹിക്കുന്നവർക്ക് സഹനത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കുക വളരെ വളരെ പ്രയാസമാണ്. ക്രൂശിതനായ യേശു യഹൂദന്മാർക്ക് ഇടർച്ചയും പുറജാതികൾക്ക് ഭോഷത്വമായിരുന്നു. ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്താ സംസാരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. 1 കൊറിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 23 24 വാക്യങ്ങൾ. 1 Corinthians chapter 1 verses 23 and 24. We preach about Christ and his death on the cross. That is very hard for Jews to accept, and everyone else thinks it's foolish. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, യഹൂദന്മാർക്ക് ഇടർച്ചയും. But there are those God had chosen, both Jews and Greeks. To them Christ is God's power and God's wisdom. ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ക്രിസ്തു ദൈവശക്തിയും ദൈവജ്ഞാനവും തന്നെ. ആമേൻ. ദൈവം ദുരന്തങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ അവയിൽ നിന്നും ഏതോ നന്മ പുറപ്പെടുവിക്കുവാൻ മാത്രമാണ്. വിശുദ്ധ ജോൺ ക്രിസ്റ്റോസം ഇങ്ങനെ പറഞ്ഞു: ദൈവം നമ്മെ മറന്നതിൻ്റെയോ വെറുക്കുന്നതിൻ്റെയോ അടയാളമായി പരീക്ഷണങ്ങളെ നാം കരുതരുത്. നേരെ മറിച്ച് പാവങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി അവയെ നാം കാണണം, പരിഗണിക്കണം. ഹെൻറി സീസോക്ക് എന്ന ഭക്തൻ നിരന്തരമായ കഷ്ടങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം കഷ്ടങ്ങൾ ദൈവിക വരമാണെന്ന് വിശ്വസിച്ചു ജീവിച്ചൊരു വിശുദ്ധനായിരുന്നു. കുറച്ചുനാൾ കഷ്ടപ്പാടുകളൊന്നും ജീവിതത്തിൽ സംഭവിക്കാതിരുന്നപ്പോൾ അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, ദൈവം തന്നെ മറന്നുപോയിരിക്കുന്നു എന്ന്. തുടർന്ന് അദ്ദേഹത്തെ അപായപ്പെടുത്തുവാൻ പോകുന്നു എന്നുള്ള ഒരു ഗൂഢാലോചനയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവ് കിട്ടി. അത് കേട്ടയുടൻ അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞത്: ദൈവം തന്നെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന്. തീവ്രമായ വേദനയിലൂടെ കടന്നു പോകുന്ന സന്ദർഭങ്ങൾ ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മകനെ മകളെ, ഈ ഒരു അനുഭവം എല്ലാവർക്കും ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഗെത്സമനയിലെ യേശുവും ക്രൂശിൽ ചുവട്ടിലെ വിശുദ്ധ മറിയവും
ആ തീവ്രവേദനയ്ക്ക് ഉദാഹരണങ്ങളായിരുന്നു. സഹനമെന്ന അമൂല്യനിധിയിലൂടെയാണ് നാം കർത്താവിൻ്റെ ഓഹരിക്കാരായി മാറുന്നത് എന്ന കാര്യം മറന്നുപോകരുത്. കർത്താവിന് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഓഹരി എന്താണെന്നറിയാവോ? കഷ്ടപ്പാടുകളും സഹനങ്ങളും ക്രൂശും മാത്രമായിരുന്നു. അപ്പോൾ മക്കളായ നമുക്കും കൈമാറേണ്ടത് കർത്താവിൻ്റെ ഈ ഓഹരിയാണല്ലോ. കർത്താവിൻ്റെ ഭൂമിയിലെ സമ്പത്തായ സഹനങ്ങളുടെ അവകാശികളാണ് മക്കളായ നമ്മളും. റോമാലേഖനം 8-ാം അധ്യായം 16-17 വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഇപ്രകാരമാണ്: നാം ദൈവത്തിൻ്റെ മക്കൾ എന്നും ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടി സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ചേർന്നൊരാമേൻ പറയാം. ആമേൻ. യേശുവിൻ്റെ മക്കളാകാനുള്ള യോഗ്യത എന്താണെന്നറിയോ? അത് ക്രൂശ് മാത്രമാണ്, സഹനമാണ്. യേശുവിൻ്റെ ശിഷ്യരാകാനുള്ള യോഗ്യതയും സഹനങ്ങൾ തന്നെ. സ്തോത്രം. കർത്താവ് തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് പറയുന്ന ഒരു വിശുദ്ധ വചനമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, ആരെയും മാറ്റി നിർത്തിയിട്ടില്ല, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ പുറകെ പോകുമ്പോൾ ജൂഡസ് ചുമന്ന ഒരു സമ്പാദ്യത്തിൻ്റെ പെട്ടിയുണ്ടല്ലോ, അതെടുത്തുകൊണ്ട് ചെല്ലാനല്ല പറഞ്ഞത്. ജൂഡസ് കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ചത് ഈ പണസഞ്ചിയും കൈ പിടിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ജൂഡസ് തെറ്റിപ്പോയത്. കർത്താവിനെ ഒറ്റുകൊടുക്കാൻ ഒരു പ്രലോഭനം ജൂഡസിൻ്റെ ഉള്ളിൽ വന്നത്. ഈ പണം എപ്പോഴും കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ മറന്നുപോകും. അപ്പോൾ ടേക്ക് അപ്പ് യുവർ ക്രോസ് എന്നാ പറഞ്ഞത്, നോട്ട് ടേക്ക് അപ്പ് യുവർ പെട്ടിയെന്നല്ല. ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ക്രൂശുകൾ നാം ദൈവമക്കളാണെന്ന തെളിവാണെങ്കിൽ നാം അനുഭവിക്കുന്ന സഹനങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ തെളിവായി മാറണം. പരാതികൾ പറയരുത്. ദൈവത്തിന് ഒരു പാത്രം ശ്രേഷ്ഠമായോ ഹീനമായോ പണിയുവാൻ അധികാരമുണ്ട്. നമ്മെ മെനയുന്ന ദൈവമാണ്. ഒരു കുശവന് പാത്രം എങ്ങനെ വേണമെങ്കിലും മെനയാവുന്നതാണ്. റോമാലേഖനം 9-ാം അധ്യായം 20-21 വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരം ഇല്ലയോ? സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുക. സഹനങ്ങൾ അമൂല്യനിധിയാണ്. അവ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന വരങ്ങളാണ്. ഫിലിപ്പിയർ 1:29 ദൈവത്തിൻ്റെ ശബ്ദം ഇങ്ങനെയാണ് നാം കേൾക്കുന്നത്: ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഈ വചനത്തിൻ്റെ ആന്തരികമായ ഒരു അർത്ഥത്തിലൂടെ നാം കടന്നുപോയാൽ മാത്രമേ ക്രിസ്തു ശിഷ്യനെന്നുള്ളതിൻ്റെ ആ ഒരു ഫുൾ ഫ്ലെഡ്ജ് ബ്ലെസ്സിങ്, ആ ദൈവം ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു അനുഗ്രഹ നിറവ് നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. ഈ വരം സന്തോഷത്തോടെ പൗലോസ് അപ്പോസ്തലൻ സ്വീകരിച്ച് ഇപ്രകാരം പറഞ്ഞു. അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട തിരുവചനമാണ് ഇനി പരിശുദ്ധാത്മാവ് നൽകുന്നത്. 2 കൊറിന്ത്യർ 4-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം മനപതിയായി തേജസ്സിന്റെ നിത്യക്കനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഈ പ്രത്യാശയോടെ സഹനങ്ങളെ അതിജീവിച്ച് നമുക്ക് ധൈര്യത്തോടെ കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച ഓരോ വചനങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹല്ലേലൂയ അവിടുന്ന് നൽകുന്ന അനുഗ്രഹം അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന ഓരോ വിഷയങ്ങളും സധൈര്യം അത് സ്വീകരിക്കുവാൻ സ്വർഗം ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി നന്ദി പറയുന്നു. അവിടുത്തെ വചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾ നിന്നതല്ലപ്പ, അവിടെ ഞങ്ങൾ നിർത്തിയതാണ്. ഒന്നും നേടിയതല്ല, എല്ലാം അപ്പ അവിടുത്തെ ദാനമാണ്. അവിടെ ഞങ്ങളുടെ വയലുകളെയും ഞങ്ങളുടെ ഓഫീസുകളെയും ഞങ്ങളുടെ തോട്ടങ്ങളെയും ഞങ്ങൾക്കുള്ള എല്ലാ നന്മകളെയും മാവ് കുഴക്കുന്ന തൊട്ടിയെയും ഞങ്ങളുടെ ബിസിനസ്സിനെയും അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കാലഘട്ടത്തിൻ്റെ സകല ദുഷ്ടശക്തിയിൽ നിന്ന് മക്കൾ വിടുതൽ പ്രാപിച്ച് ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ ഞങ്ങളുടെ തലമുറകളും അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ സ്വർഗം അവരെ കൈക്ക് പിടിച്ച് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായ ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, കൂട്ടുവിശ്വാസികളെ, അവരായിരിക്കുന്ന ഇടങ്ങളിൽ തിരുക്കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ അനുദിന ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങളിലും വിജയം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ ഓടുവാൻ മക്കളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതൃരാജ്യത്തെ നശിപ്പിക്കുവാനുള്ള ദുഷ്ട ആലോചനയോടുകൂടി അകത്തു നിന്നും പുറത്തു നിന്നും പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര പോരാട്ട ശക്തികൾ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മാതൃരാജ്യത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് മാറിപ്പോട്ടെ എന്ന അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ദിവസമുണ്ടായ ആ ഭീകര ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടുപോയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുഃഖാർത്ഥരായ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തുടർന്നുള്ള എല്ലാ നടപടികളും കർത്താവേ, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഗവൺമെൻറ്റിനെ അനുഗ്രഹിക്കണമേ കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന എല്ലാ ഫോഴ്സസിനെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനോവീര്യം നഷ്ടപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ ഇരട്ടി എനർജിയോടുകൂടി മാതൃരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരം മക്കളുടെ മേൽ വയ്ക്കണമേ, അവിടുന്ന് അവരെ നയിക്കണമേ കർത്താവേ. വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവേ, റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓ സ്തോത്രം, സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പാർക്കുന്ന ഞങ്ങളുടെ കൂട്ടു വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ ഒരുങ്ങുവാൻ ഓരോ മക്കളെയും അവിടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. പ്രാർത്ഥനയാചനം കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുകനായി. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുകനാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല.